നമുക്ക് എൻഗ്ലക്സ് സാറിൻ്റെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പീഡിയാട്രിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. The clinic nurse assesses a 12-month-old infant and notes that the anterior fontanel remains slightly open. The infant's parent asks about the finding. What is the most appropriate response by the nurse? I will contact the healthcare provider immediately. I need to examine your child further. We will need to obtain an MRI on your child. This is a normal finding on a child of this age. Okay. ക്വസ്റ്റ്യൻ ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 12 മാസമായിട്ടുള്ളൊരു ഇൻഫാൻ്റ് ആണ് അല്ലേ, അതിൻ്റെ അസസ്മെൻ്റ് ആണ്. അപ്പം ആൻറ്റീരിയർ ഫോണ്ടനിൽ ചെറുതായിട്ട് ഓപ്പൺ ആയിരിക്കുന്നു. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അത് ബന്ധപ്പെട്ട് അതിൻ്റെ പേരൻറ്റിന് കൺസേൺ ഉണ്ടാവും. അപ്പം ആ ഫൈൻഡിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ്, അതിനുള്ളൊരു മറുപടി എന്തായിരിക്കും, നല്ലൊരു മറുപടി എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അതൊക്കെ ഞാൻ അതിൻ്റെ ആൻസറിനേക്കാൾ ഉപരി ആ ഒരു ടോപ്പിക്കിൻ്റെ പ്രാധാന്യം, ഫീറ്റൽ സ്കൾ. ഓക്കെ, ഫീറ്റൽ സ്കൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ അത് കുഞ്ഞ് ഇൻഫാൻസിയിലെത്തി, എന്നാൽ പോലും ഫീറ്റൽ സ്കളിന് പ്രാധാന്യമുണ്ട്. അതിൻ്റെ ബാക്കിലോട്ട് ചിന്തിക്കും. ആ ഫീറ്റൽ സ്കൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കണക്ട് ചെയ്തുകൊണ്ട് കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് മറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് വരാം. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ DH, HAD, MOH, പ്രോമെട്രിക്ക്, NHRA, PSNView, എൻഗ്ലക്സ് RN, ഗവൺമെൻറ് എക്സാംസ്, DME, എയിംസ് പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ നഴ്സിംഗ് പ്ലീസ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആൻറ്റീരിയർ ഫോണ്ടനല്ല അല്ലെങ്കിൽ ആൻറ്റീരിയർ ഫോണ്ടനൽ സ്ലൈറ്റ്ലി ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കുഞ്ഞിൻ്റെ പ്രായം കൂടെ ശ്രദ്ധിക്കണം, 12 മാസം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫോണ്ടനൽ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഇൻഫാൻസിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം 6ഓളം ഫോണ്ടനൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിനകത്തിൽ ഒരുപാട് നോട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് 2 പ്രധാനപ്പെട്ട ഫോണ്ടനൽസ് ആണ്. ഒന്ന് ആൻറ്റീരിയർ ഫോണ്ടനിലെ, പിന്നെ അതുപോലെ തന്നെ പോസ്റ്റീരിയർ ഫോണ്ടനിലെ. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാം. ഫോണ്ടനൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതാദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം സ്കൾ ബോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കും ഉണ്ട് സ്കൾ ബോൺസ്, എന്താ പറയുന്നത്, ഫിറ്റൽ ലൈഫിലും ഉണ്ട് സ്കൾ ബോൺസ്. എന്നാൽ ഈ സ്കൾ ബോണുകൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഫ്രോണ്ടൽ ബോൺ അല്ലേ, 2 ടെമ്പറൽ ബോൺ, അതിന് മുകളിൽ വരുന്ന 2 പറൈറ്റൽ ബോൺസ് അല്ലേ, പിന്നെ ബാക്കിൽ വരുന്നത് ഓക്സിപിറ്റൽ ബോൺ. ഇതിലാണ് വരുന്നത്. ഇതൊക്കെ തന്നെയാണ് കുഞ്ഞിനുള്ളത്. എന്നാലും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്നുണ്ടല്ലോ ഫ്രോണ്ടൽ ബോൺ അല്ലേ, അത് 2 ഉണ്ടാവും ഫീറ്റൽ ലൈഫിൽ. എന്ന് വെച്ചാൽ അത് ഫ്യൂസ്ഡ് ആയിട്ടില്ല, ഒരുമിച്ച് ചേർന്നിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 2 ഉണ്ട്. ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ്, പ്രാധാന്യമുള്ളതുകൊണ്ട്. ഓക്കെ, അത് 2 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിലുള്ള പോലെ തന്നെ 2 പറൈറ്റൽ ബോൺ, 2 എന്താ പറയണ്ടേ ടെമ്പറൽ ബോണ്, പിന്നെ ബാക്കിലുള്ളത് ഓക്സിപിറ്റൽ ബോൺ, അങ്ങനെ വരും. ഇതിനിടയിലെല്ലാം ഇങ്ങനെ ജോയിൻറ്റുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ സ്യൂച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഫൈബ്രസ് ജോയിൻ്റ് ആണ് ബേസിക്കലി. ഓക്കെ, പിന്നെ എന്താണ് ഫോണ്ടനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കൾ ബോണുകൾക്കിടയിലുള്ള ഗ്യാപ്പ്, ഒരു സോഫ്റ്റ് മെംബ്രേനിയസ് ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത് ഫോണ്ടനൽസ് എന്ന് പറയുന്നത്. അപ്പം 2 ഗ്യാപ്പുകൾ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് വലുതായിട്ടുള്ള ഗ്യാപ്പുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞ ആൻറ്റീരിയർ ഫോണ്ടനലും പോസ്റ്റീരിയർ ഫോണ്ടനലും എന്ന് പറയുന്നത്. ഫോണ്ടനലിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ കുറേ ഉണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എന്താ പറയണ്ടേ, ബർത്ത് സമയത്ത് കുഞ്ഞിൻ്റെ ക്രേനിയം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കള് ബർത്ത് കനാല് വഴി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂവ്മെൻ്റ്, ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് സഹായിക്കും. മോൾഡിങ് എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ,
എന്ന് വെച്ചാൽ സ്കൾ ബോൺസ് ഇപ്പോൾ ഇവിടെ നമ്മുടെ തലയിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ സ്കള് കാണുന്ന പോലെ ഉറച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ റിജിഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു വളയം അല്ലേ, ഒരു ബർത്ത് കനാലിലൂടെ മറ്റൊരു വളയം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സ്കള് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി പോരാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നൊന്നിനും മുകളിലോട്ടൊന്ന് ഓവർലാപ്പ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി വരാൻ എളുപ്പമായിരിക്കും. ആ സ്കൾ ബോണുകളുടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഓവർലാപ്പ് ചെയ്ത് ഇറങ്ങി വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ മോൾഡിങ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്യൂച്ചേഴ്സ് സഹായിക്കും, ഇതിനിടയിലുള്ള ഗ്യാപ്പ് സഹായിക്കും. അങ്ങനെ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഗ്രോത്ത്. പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യത്തെ ഒരു വർഷം വരെയൊക്കെ എനോർമസ് ആയിട്ടുള്ള ഗ്രോത്താണ് നടക്കുന്നത്, വളരെയധികം ബ്രെയിൻ ഗ്രോത്ത് നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അത് അലോ ചെയ്ത് കൊടുക്കുന്നത്, അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാപ്പ് സഹായിക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ രണ്ട് ഉപയോഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് ബെനഫിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്ന് മോൾഡിങ്ങിന് സഹായിക്കുന്നു, രണ്ട് ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഗ്രോത്തിനെ അലോ ചെയ്ത് കൊടുക്കുന്നു. ഇത് രണ്ട് പ്രധാനപ്പെട്ടത്. ഇനിയുണ്ട് വേറെ ഒരുപാട് പറയാനാണ്, എങ്ങനെ പറഞ്ഞു പോകാനാണ്, അതിൻ്റെ ഒത്തിരി പോകേണ്ടി വരും. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ പറഞ്ഞാണ് നിർത്തുകയാണ്. അതൊക്കെ. ഇനി ഈ പടത്തിലോട്ട് നോക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പറൈറ്റൽ ബോൺസ് ഇതാണെന്ന് സങ്കല്പിക്കുക. രണ്ട് ഫ്രോണ്ടൽ ബോൺസ് നമുക്കത് ഒന്നായിട്ടേ വരുള്ളൂ, കാരണം ഇത് ഈ ഇടയ്ക്ക് ഗ്യാപ്പില്ല. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സ്വിച്ചർ ഉണ്ടാവില്ല, ഇത് ഒരുമിച്ച് ചേർന്ന് ഫ്യൂസ്ഡ് ആണ് നമുക്ക് ഉള്ളത്. പക്ഷെ അത് എന്താ പറയുന്നത്, ഫീറ്റൽ ലൈഫിലും അല്ലെങ്കിൽ തുടക്കത്തിലുമൊക്കെ ആ ഒരു ഇതുണ്ടാവും, പിന്നീട് പതുക്കെ അത് ഫ്യൂസ്ഡ് ആവും. അപ്പൊ രണ്ട് ഫ്രോണ്ടൽ ബോണ്, രണ്ട് പറൈറ്റൽ ബോണ് കണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഏകദേശം ഡയമണ്ട്, അത് മറ്റേ ഗവൺമെന്റ് എക്സാംസിലൊക്കെ ചോദിക്കാറില്ല, ഇതിന്റെ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഈ ഡയമണ്ട് ഷേപ്പ് കണ്ടോ, ഡയമണ്ട് ഷേപ്പ് ആന്റീരിയർ ഫോണ്ടലിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡയമണ്ട് ഷേപ്പാണ്, ഓർത്തിരുന്നോണം. അത് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിച്ചു വെച്ചോ. പോസ്റ്റീരിയർ ഫോണ്ടലില്ല ട്രയാങ്കിൾ ഷേപ്പ്ഡ് ആയിരിക്കും, ഏകദേശം ട്രയാങ്കിൾ അല്ലേ വരുന്നത്. പോസ്റ്റീരിയർ ഫോണ്ടലിൽ അതോടെ മനസ്സിലാക്കിക്കോ, രണ്ട് പറൈറ്റൽ ബോണിന്റെ ഓക്സിപിറ്റൽ ബോണിന്റെ ഇടയ്ക്ക് വരുന്ന ജംഗ്ഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മെംബ്രേനിയസ് സോഫ്റ്റ് മെംബ്രേനിയസ് ഗ്യാപ്പിന് പറയുന്ന പേരാണ് പോസ്റ്റീരിയർ ഫോണ്ടനൽ. ലാംഡ എന്നൊക്കെ വിളിക്കും, ഓക്സിപിറ്റൽ ഫോണ്ടലിനെയും വിളിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ കുറെ പേരുകളുണ്ട്. കുറെ പേരുകളില്ല, ഒന്ന് രണ്ട് പേരുകൾ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അത് ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. എന്ത്? പോസ്റ്റീരിയർ ഫോണ്ടനിൽ. പോസ്റ്റീരിയർ ഫോണ്ടനിലെ ഏകദേശം ബർത്ത് അല്ലെങ്കിൽ ഏകദേശം ഒരു 2 മാസം ഒന്ന് ഓർത്ത് വെച്ചോണേ, അതും ചോദിക്കാം. ഓക്കെ, 2 മാസത്തിനുള്ളിലാണ് എന്താ പറയുന്നത്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ ബർത്തിന് ശേഷം 2 മന്ത്സിനുള്ളിലാണ് ഇത് ക്ലോസ് ആകാനുള്ള സാധ്യതയുള്ളത്. ടിപ്പിക്കലി വിത്തിൻ 2 മന്ത്സ് എന്നാണ് പറയുന്നത് പോസ്റ്റീരിയർ ഫോണ്ടനൽ. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പ് ഓർത്തു. പിന്നെ ഏതോ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? അതിന് മറ്റ് പേരുകളില്ലേ, ലാംഡ എന്നൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു, അതുകൂടെ നോട്ട് ചെയ്തോ. ഇനി നമുക്ക് ഇവിടോട്ട് തന്നെ വരാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സാധനം ഇതാണ്, എന്ത്? ആന്റീരിയർ ഫോണ്ടനൽ, ബ്രെക്മ എന്നും വിളിക്കും. ഓക്കെ, ബ്രെഗ്മാറ്റിക് ഫോണ്ടനൽ എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രെക്മ എന്നറിയപ്പെടുന്ന ആന്റീരിയർ ഫോണ്ടനലാണ്. ഇത് ഏതൊക്കെ സ്യൂച്ചർ ഏതൊക്കെ സ്കൾ ബോൺസ് ചേർന്നിട്ടുണ്ടാകുന്നതാണ്, അല്ലെ ഏതിന്റെ ഇടയിലുള്ളതാണ്, അത് ഏത് ജംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ രണ്ട് ഫോണ്ടൽ ബോണിന്റെ രണ്ട് പെറൈറ്റൽ ബോണിന്റെ ഇടഭാഗത്ത് വരുന്ന ഞാൻ പറഞ്ഞ ആ ഒരു മെംബ്രേനിയസ് ഗ്യാപ്പാണ്, അല്ലെ, അല്ലെങ്കിൽ സോഫ്റ്റ് മെംബ്രേനിയസ് ഗ്യാപ്പാണ് എന്തെന്ന് പറയുന്നത് ആന്റീരിയർ ഫോണ്ടനലാന്ന് പറയുന്നത്. ബ്രെക്മ എന്ന് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഏകദേശം നമ്മളിങ്ങനെ പറയും, അത് സാധാരണ 1.5 വർഷം എടുക്കും ആന്റീരിയർ ഫോണ്ടനലിനെ ഫ്യൂസ് ആവാൻ. 1.5 മാസം കൊണ്ട് എന്താ പറയുന്നത് പോസ്റ്റീരിയർ ഫോണ്ടനലിനെ ഫ്യൂസ് ആകാൻ സാധ്യതയുണ്ട്. എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പം അങ്ങനെ പറഞ്ഞ പോലെ ഏകദേശം പറയുന്നത് ഒരു 12 to 18 months എന്നാണ് പറയുന്നത്. ഓക്കെ, നിയർലി അതിനിടയിലാണിത് ആന്റീരിയർ ഫോണ്ടനലിനെ ഫ്യൂസ് ആകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് ക്ലോസ് ആവാനുള്ള സാധ്യത. എങ്ങനെയാണെങ്കിലും പഠിച്ചോ. ഓക്കെ, ആന്റീരിയർ ഫോണ്ടനൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ഗ്രോത്തിൻ്റെയൊക്കെ സമയമാണ്. അത് കുറച്ച് ഓപ്പൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം അത് തന്നെ ഫ്യൂസ്ഡ് ആകും. അതുവരെ ഇതുപോലെ ഈ കഥ പറഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഓപ്പൺ ആയിട്ടിരുന്നാൽ അതിന് അബ്നോർമാലിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല. അത് എക്സ്പെക്റ്റഡ് ഫൈൻഡിങ് ആണ്, അത് അങ്ങനെ തന്നെ പോകുള്ളൂ.
പക്ഷേ ഈ ഫോണ്ടനിലേക്ക് കുറച്ചുകൂടെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ ആൻറ്റീരിയർ ഫോണ്ടനിലേക്ക് കുറച്ച് ക്ലിനിക്കൽ പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചില അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. അത് വേറൊരു കാര്യം. കേട്ടിട്ടുണ്ടാവും സങ്കൺ ഫോണ്ടനിൽ, അല്ലെങ്കിൽ ബൾജ്ഡ് ഫോണ്ടനിൽ, അല്ലെങ്കിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അകത്തോട്ട് കുഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അബ്നോർമാലിറ്റിയുടെ സൂചനകളായിരിക്കാം. അകത്തോട്ട് സങ്കണായിട്ടിരിക്കുകയാണെങ്കിൽ അത് മെയിനായിട്ട് കുഞ്ഞ് ഡീഹൈഡ്രേഷൻ്റെ സൂചനയായിട്ടാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കണം. ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലാണ് ഈ അകത്തോട്ടൊരു എന്താ പറയുന്നത് കുഴിഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ്ഡ് ICP ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നതിൻ്റെ സൂചനയായിട്ടാണ് കാണുന്നത്. അതൊരു പക്ഷേ ഹൈഡ്രോസെഫാലസ് കൊണ്ട് ഉണ്ടാകാം, മെനിഞ്ചൈറ്റീസ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ പത്തോളജി അവിടെ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ സംശയങ്ങൾ കൊണ്ടുപോകാം. സോ അതൊക്കെ അബ്നോർമാലിറ്റീസിൻ്റെ കഥയാണ്. മനസ്സിലായോ? ഇവിടെ ചെറുതായിട്ട് ഓപ്പൺ ആയിരിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. പ്രായവും പറഞ്ഞിട്ടുണ്ട്, 12 മാസം അല്ലേ? 12 എന്നല്ലേ പറഞ്ഞത്? അതെ, 12 മാസമായിട്ടുള്ള കുഞ്ഞാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇതിന് ടൈമുണ്ട്, ഏകദേശം എന്താ പറയുന്നത്, ഇൻ ബിറ്റ്വീൻ 12 to 18 months. അതിൻ്റെ ഇടയ്ക്ക് എനിവെയർ ബിറ്റ്വീൻ 12 to 18 months എന്ന് പറയുന്നത് അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വെച്ചിട്ട് അങ്ങ് അടഞ്ഞു മാറിക്കോളും. പിന്നെ നമ്മുടെ തല പോലൊക്കെ റെഡി ആയിട്ട് വരും. ആ ഗ്യാപ്പൊന്നും പിന്നെ കാണാൻ സാധിക്കത്തില്ല അല്ലേ? അപ്പം അതാണ് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്. ഇനി നമുക്കതിൻ്റെ ആൻസറിലോട്ട് വരാം. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? എന്താ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ. ഇൻഫാൻസ് പേരൻസ് ആസ്ക് അബൌട്ട് ദി ഫൈൻഡിങ്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ചെറുതായിട്ട് തുറന്ന് ഓപ്പൺ ആയിട്ടിരിക്കുന്നു. അപ്പം ആൻറ്റീരിയർ ഫോണ്ടനല്ല, എന്തായിരിക്കും അതിൻ്റെ സാധ്യത, എന്താണ് ആ ഫൈൻഡിങ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ ഇവിടെ ഒരു ഡിപ്രഷൻ ഉള്ളത് എന്നൊക്കെയുള്ള അറിയാത്തവർക്ക് ഇല്ലേ, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല. അവരപ്പോൾ അതൊരു കൺസേൺ ആയിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. എന്ത് റെസ്പോൺസ് കൊടുക്കും? ഐ വിൽ കോൺടാക്ട് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇമ്മീഡിയറ്റ്ലി. ഞാൻ ഡോക്ടറിനെ ഉടനെ കോൺടാക്ട് ചെയ്യാം. എന്തിന് ഡോക്ടറെ ഉടനെ കാണേണ്ട കാര്യം? എന്തെങ്കിലും അബ്നോർമാലിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ഫൈൻഡിങ് ആണെങ്കിലല്ലേ ഡോക്ടറിനെ കാണേണ്ട കാര്യമുള്ളൂ. ഇത് നമുക്ക് തന്നെ അറിയാമെന്നൊരു കാര്യം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇൻഫാൻസിയിൽ അങ്ങനെ ഉണ്ടാവും, അത് പതുക്കെ അത് റെഡിയാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം അറിയാമെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ അവിടെ ആവശ്യമില്ലാത്തതല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ് അല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, ഐ നീഡ് ടു എക്സാമിൻ യുവർ ചൈൽഡ് ഫർദർ. അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികം ഒരു നോർമൽ ഒരു സിനാരിയോയിൽ അസസ്മെൻറ്റ് എപ്പോഴും ഒരു അസസ്മെൻറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ പറഞ്ഞിപ്പം തന്നെ നോക്കുമ്പോൾ മനസ്സിലായി അത് ഓക്കെ നോർമലായിട്ടുള്ള ഒരു കാര്യം. വീണ്ടും അത് ചെക്ക് ചെയ്ത് കൂടുതൽ പ്രത്യേകിച്ച് പേരൻസിൻ്റെ ആൻസൈറ്റി കൂട്ടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല ഇല്ലേ. അപ്പോൾ ആ ഓപ്ഷനും അവിടെ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വി വിൽ നീഡ് ടു ഒബ്റ്റെയിൻ ആൻ MRI ഓൺ യുവർ ചൈൽഡ്. എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ സൂചന ഉണ്ടെങ്കിൽ മതിയല്ലോ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ, ഇമാജിൻ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ട കാര്യം. നമുക്കറിയാം MRIക്കൊക്കെ എന്തോരം പൈസ വരുന്നതാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സസ് വേസ്റ്റേജ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അവിടെ, കാരണം നമുക്കറിയാം അതൊരു നോർമൽ ഫൈൻഡിങ് ആണ്. നാലാമത്തത് സ്വാഭാവികമായി ആൻസറിലോട്ട് എത്തിക്കുന്നു. ദർ ഈസ് എ നോർമൽ ഫൈൻഡിങ് ഓൺ എ ചൈൽഡ് ഓഫ് ദിസ് ഏജ് അല്ലേ. അതല്ലേ നമ്മൾ ഈ പറഞ്ഞ കഥയെല്ലാം കണക്ട് ചെയ്യുന്നത്. ഈ 12 തൊട്ട് 18 മാസത്തിനിടയ്ക്കല്ലേ ആൻറ്റീരിയർ ഫോണ്ടനെല്ല ഫ്യൂസ് ആകാനുള്ള സാധ്യതയുള്ളൂ. കുഞ്ഞിനിപ്പം 12 മാസമല്ലേ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഈ പ്രായത്തിൽ അത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ലേ, അതല്ലേ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ്. സോ അതുകൊണ്ട് ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ജനുവരി 1-ാം തീയതി വരെ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നമ്മുടെ എല്ലാ മെയിൻ കോഴ്സുകൾക്കും ഒരു 2000 രൂപയുടെ ഓഫ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പുതിയ എന്താ പറയുക നഴ്സിംഗ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കോഴ്സുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതിക്ക് മുമ്പ് കോൺടാക്റ്റ് ചെയ്താൽ ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, ഡെയിലി ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്ന. അപ്പോൾ അതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം.